റിസർച്ച് ചെയ്തതിന് ശേഷമാണ് രണ്ടാം മുഴ എഴുതിയത്. അത് വീണ്ടും സിനിമയാക്കാൻ പോകുന്നു എന്നുള്ള ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് പറയും. ഇനി അച്ഛന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അത്. സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു ഇതുവരെ ഇന്ത്യൻ സിനിമ കാണാത്ത രീതിയിൽ ഒരു വലിയ സിനിമയായി വരണം. അതിനൊരുപാട് നമ്മളത് 2020 മുതൽ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. പിന്നെ കോവിഡ് ഒക്കെ ആയത് കാരണം അതിങ്ങനെ കുറച്ച് സമയം നീണ്ടു. ഇപ്പൊ അതൊരു അച്ഛനും കൂടി ധാരണയുള്ള ഒരാളെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വൈകാതെ അതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും. സുഹൃത്തുക്കളെ, അച്ഛനു കൂടി ധാരണയുള്ള ഒരാളെ ആ ഒരു സിനിമ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ MT സാറിന്റെ മകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ നമ്മുടെ വേറെ ചില ആളുകളൊക്കെ ആ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തയാണ്. പക്ഷെ നിങ്ങളും ആ ഒരു വാർത്ത ഒക്കെ കണ്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹർഷബ് ഷെട്ടിയാണ് ഇനിയിപ്പോൾ ആ സിനിമ ചെയ്യാൻ വേണ്ടി എത്തുന്നത്. MTയുടെ രണ്ടാം മൂഴം കന്നഡ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുമെന്ന റിപ്പോർട്ട്. 2026 ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. മണിരത്നം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നുവെങ്കിലും സമയപരിമിതി കാരണം മണിരത്നം പിന്മാറിയെന്നും പകരം ഋഷഭ് ഷെട്ടിയെ നിർദ്ദേശിച്ചു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മലയാളത്തിന്റെ സുഹൃത്തുക്കളെ, ഈ റിപ്പോർട്ടുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമയുടെ ആദ്യ സമയത്ത് ഈ സിനിമയുമായിട്ട് സമീപിച്ചിട്ടുണ്ടായിരിക്കുന്ന സാധ്യതയുള്ള ഒരാൾ അത് ഹരിഹരനാണ്. രണ്ടാമതാണ് ഒരുപക്ഷെ മണിരത്നത്തിന്റെ കയ്യിലേക്ക് ഈ ഒരു സിനിമ എത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഈ രണ്ടുപേരാണ് ഇത്തരം ചരിത്ര സിനിമകളൊക്കെ അതിഗംഭീരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്തിക്കാൻ താക്കത്തുള്ള ഒരാളാണ്. ഇനിയിപ്പോൾ ഋഷഭ് ഷെട്ടി ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു മനുഷ്യന്റെ പേരിൽ 100% ആ ഒരു മനുഷ്യന്റെ പേരിൽ MT എന്ന് പറയുന്ന ആ ഒരു മഹാനുഭാവന്റെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിട്ടുള്ള സാധ്യതയില്ല. ഇപ്പോൾ വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ, അതിന് നോ പറയാനൊന്നും MT സാർ ഇല്ലാത്തതുകൊണ്ട് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആളുടെ മുമ്പിലേക്കാണ് ഈ ഒരു സിനിമ എത്തുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇനി ഋഷഭ് ഷെട്ടിയിലെ കയ്യിലേക്ക് ഈ രണ്ടാം മൂഴം എന്ന് പറയുന്ന സിനിമ എത്തിയുള്ള ഒരു പ്രശ്നം? സത്യം പറഞ്ഞാൽ ഞാൻ അതിന് വിചാരിക്കുന്നത് അതൊരു വലിയ ബോറൻ സിനിമയാക്കി മാറ്റും, അല്ലെങ്കിൽ വിശ്വാസം കലർത്തി അതിനെ ഒരു ദൈവികമായിട്ട് വേറെ എന്തിലേക്ക് ലെവലിലേക്ക് എത്തിക്കും. അതായത് ഭീമൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് അത് ഗംഭീര ദൈവം എന്ന രീതിയിലൊക്കെ പ്രതിഷ്ഠിക്കാനുള്ള സാധ്യത കൂടുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇനി അതല്ല, ആ തിരക്കഥ അതേപോലെ തന്നെ ചിത്രീകരിക്കുകയാണെങ്കിൽ അത് ഒരു അതിഗംഭീരമായിട്ടുള്ള സിനിമയായിരിക്കും. എന്താണ് രണ്ടാം മൂഴം നമുക്കെന്ന് അറിയാം. ആ രണ്ടാം മുഴൻ എന്ന് പറയുന്ന ആ സിനിമയുടെ കഥ അതേപോലെ തന്നെ, അല്ലെങ്കിൽ MT സാർ എഴുതി വെച്ച സംഗതി ആ സ്ക്രിപ്റ്റ് അതേപോലെ തന്നെയാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ, MT സാറിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. സംവിധായകന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, ചെയ്യേണ്ട ഫ്രെയിം വർക്കുകൾ മുഴുവൻ അതിൽ എഴുതി വയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അതേപോലെ തന്നെ ചിത്രീകരിക്കുകയാണെങ്കിൽ ഒരു ഋഷഭ് ഷെട്ടി സിനിമയാവില്ല, അതൊരു MT സിനിമയായിരിക്കും. ഇനി അതല്ല എങ്കിൽ അതൊരു ഋഷഭ് ഷെട്ടി സിനിമയായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. MJ വാസുദേവൻ നായരുടെ നോവൽ 2026 ചലച്ചിത്രമാകുമെന്ന് നേരത്തെ മകൾ അശ്വതി വ്യക്തമാക്കിയിരുന്നു. MTയുടെ താല്പര്യപ്പെട്ടതുപോലെ 2 ഭാഗമായിട്ടായിരിക്കും ഈ ചിത്രം ഒരുങ്ങുക. എന്തായാലും ഇത് 2 ഭാഗമായിട്ട് സിനിമ ഒരുങ്ങുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ MT സാറിന് വിശ്വാസമുള്ള ഒരാളെ ഇത് ഏൽപ്പിച്ചു എന്നാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, മലയാള സിനിമയിൽ MT എന്ന് പറയുന്ന ഒരു മനുഷ്യന് എഴുതി വെച്ചൊരു എപ്പിക് നോവലാണ്, ഒരു ഇതിഹാസ നോവലാണ് ഈ രണ്ടാം മൂഴം എന്ന് പറയുന്നത്. സിനിമ ആക്കാൻ വേണ്ടിയിട്ട് മലയാളികളുടെ പല ആളുകളും ഒരുപാട് തവണ ശ്രമിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഒരാൾ നമ്മുടെ മോഹൻലാലിനെ ഏകദേശം നശിപ്പിച്ച് നാരണക്കല്ല് പിടിപ്പിക്കേണ്ട അറ്റം വരെ എത്തിച്ച ഒരു ചങ്ങാതിയായിരുന്നു ശ്രീകുമാർ മേനൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ആദ്യമായിട്ട് ഈ സിനിമ ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. പിന്നെ മൂപ്പര കയ്യിൽ കുറേ കാലം ഈ ഒരു തിരക്കഥ ഇങ്ങനെ കയ്യിൽ വെച്ച് തുടർന്നു. അവസാനം ആ തിരക്കഥ കിട്ടാൻ വേണ്ടിയിട്ട് MT സാറിന് കോടതി കയറേണ്ടി വന്നു എന്ന് നമുക്കറിയാം. എന്തായാലും അവസാനം ഇതെല്ലാം ഈ മലയാള സിനിമയിലെ ഇതിഹാസ തുല്യരായിട്ടുള്ള സംവിധായകരെ മുഴുവൻ പോയി പണിയൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും പുതുതായിട്ടുള്ള വന്നിട്ടുള്ള ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു കന്നഡ ഇൻഡസ്ട്രിയിലുള്ള ഒരുത്തൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മലയാളിയായിട്ടുള്ള MT സാർ എഴുതി ഒരു തിരക്കഥ കൊണ്ടുപോയി കൊടുക്കേണ്ട ഗതികേടുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ഒരുത്തൻ പോലും ഇല്ലേ MT സാറിൻ്റെ ഈ ഒരു തിരക്കഥ എടുത്തിട്ട് സിനിമയാക്കാൻ പറ്റി ഒരുത്തൻ പോലും മലയാളത്തിലില്ല എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം. അതുമാത്രമല്ല, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് മോഹൻലാലായിരിക്കും നായകനായിട്ട് വരിക, ഭീമനായിട്ട് അഭിനയിക്കുന്നുണ്ടായിരിക്കുക മോഹൻലാൽ ആയിരിക്കും എന്നതാണ്. ഇനിയിപ്പോൾ അത് ഭീമനായിട്ട് വരുന്നത് മോഹൻലാൽ അല്ല എന്നാണ് പറയുന്നത്.
അത് ഋഷഭ് ഷെട്ടി തന്നെയായിരിക്കും BM-നായിട്ട് വരിക. അപ്പോൾ നമ്മളൊന്നും വിചാരിക്കാത്ത എന്തോ ഒരു തരം ലെവലിലുള്ള ഒരുമാതിരി ഭീമനൊക്കെ കാണേണ്ടി വരുമോ? ഞാനൊക്കെ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ആ കാന്താര എന്ന് പറയുന്ന സിനിമയിലുള്ള മൂപ്പയുടെ ചില പെർഫോമൻസ് ഉണ്ടല്ലോ, ഒരു തീക്ഷ്ണമായ പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് മാത്രമാണ് ആളുകളൊക്കെ അന്തം പിടിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അല്ലാത്ത രീതിയിലുള്ള ഒരു അഭിനയ പാഠവുമൊന്നും ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ചില ഇമോഷൻ രംഗങ്ങളൊന്നും നമുക്ക് ഫീല് ചെയ്യുന്നില്ല എന്നൊരാളാണ്. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എൻ്റെ പേഴ്സണൽ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം ഊഴം എന്ന് പറയുന്ന സിനിമ ഭീമൻ്റെ ഒരുപാട് ഇമോഷണൽ കാര്യങ്ങളിലൂടെയൊക്കെ മുന്നോട്ട് പോകേണ്ട സിനിമയാണ്. അപ്പോൾ അത് ആ ഒരു നായകനായിട്ട് മോഹൻലാലിനൊക്കെ കവച്ചു വെച്ചിട്ട് ഋഷഭ് ഷെട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു വൻ ഫ്ലോപ്പ് സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. 2 ഭാഗമായിട്ടാണ് അത്ര ഇറക്കുന്നത്. അത് ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് അതിന് പുറകിലുണ്ടാവും. ഇനിയിപ്പോൾ ഒരു മാസ് BGM കൊണ്ടോ കളർ ടോൺ കൊണ്ടോ ഒക്കെ ആളുകളെ അമ്പരപ്പിച്ചിട്ട് ആളുകളെ സിനിമാ കൊട്ടയിലേക്ക് കെട്ടുക മാത്രമാണോ ഋഷഭ് ഷെട്ടിയുടെ ഉദ്ദേശം പറയാൻ കഴിയില്ല. എന്തൊക്കെയായാലും ഈ കന്നഡ എന്ന് പറയുന്നത് ഒരു തരം പെട്ടിക്കട ഫുണ്ടകളാണ്. കണ്ടന്റ് സംഗതി ഒന്നും ഉണ്ടാവില്ല. എന്താ പറയുക, ഇവിടെയുള്ള കുറേ ആളുകൾ, കുറേ സിനിമാക്കാരുണ്ട് മലയാളത്തിലെ വണ്ടർ സിനിമാക്കാരുണ്ട്. ഇവന്മാർക്ക് ആർക്കെങ്കിലൊക്കെ എടുത്തിട്ട് അതിന് വേണമെങ്കിൽ ഒരു നല്ല ഗംഭീര സിനിമയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് മലയാളികൾക്ക് രസിക്കുന്ന, ഒപ്പം തന്നെ എല്ലാ ആളുകൾക്കും രസിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സിനിമയൊക്കെ മാറ്റിക്കളയാൻ പറ്റിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ കുറേ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്, ഇവിടെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം തകർത്തിട്ടാണ് ഒരു ഒരു തരം ഭീകരമായിട്ടുള്ള കുറേ അലർച്ചയുള്ള ഒരു സിനിമ ഇറക്കി എന്നതുകൊണ്ട് മാത്രം പ്രസിദ്ധി നേടിയ ആ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് MT എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്ക്രിപ്റ്റ് എത്തുന്നത്. ഞാനൊക്കെ വിചാരിച്ചത് ഹരിഹരൻ, അല്ലെങ്കിൽ ഇതിലിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു സംവിധായകൻ, അവരൊക്കെ ആ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു വണ്ടർ സിനിമയായിരിക്കും. അവരാ മേക്കിംഗ് സ്റ്റൈൽ നമുക്കറിയാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇതൊന്നുമല്ലാത്ത ഒരാളുടെ കയ്യിലേക്ക് ഈ സിനിമ എത്തുന്നത്. ആരായിരിക്കും ഭീമൻ, ആരായിരിക്കും അതിലത്തെ മറ്റു കഥാപാത്രങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാത്രം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കി കഴിഞ്ഞ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇതൊരു വൻ ഫ്ലോപ്പ് സിനിമയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അത് തെലുങ്കിലെടുത്തിട്ട് അല്ലെങ്കിൽ കന്നഡയിലെടുത്തിട്ട് അവസാനം അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക കൂടി വരികയാണെങ്കിൽ എൻ്റെ പൊന്നും കാണേണ്ടി വരില്ല. ഇത് MT സാറിനോടുള്ള എന്താ പറയുക ഡിബ്യൂട്ടാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കൺസെപ്റ്റിനെയും തകർക്കുന്ന രീതിയിലാണോ? എന്തായാലും മക്കളുടെ കയ്യിൽ നിന്ന് ഇതിനൊരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ആരാണിത് കൃത്യമായിട്ട് ചെയ്യുക എന്ന രീതിയിലുള്ള കൺഫർമേഷൻസ് ഒന്നും നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടില്ല. കാത്തിരുന്ന് കാണാം. ബൈ.